പയ്യന്നൂരിൽ നേതൃത്വത്തെ അണികൾ തിരുത്തിയെന്ന് നിയുക്ത എംഎൽഎ വി കുഞ്ഞികൃഷ്ണൻ. അണികൾ നേതൃത്വത്തെ തിരുത്തുമെന്ന് പുസ്തകം വോട്ടായി മാറിയ പോലെ അദ്ദേഹം അതൊരു തെരഞ്ഞെടുപ്പ് ഫലമാക്കി മാറ്റി എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത് പറയാൻ വന്ന വാചകമാണ്. അതായത് മത്സരിക്കുമ്പോൾ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് ഇപ്പൊ പറയുന്ന ഒരു ഇതല്ല കേട്ടോ, ഒരു വിനയം കൊണ്ട് പറയുന്ന ഒരു സാധനം. അദ്ദേഹം അങ്ങനെ തന്നെയാണ് അതിനെ കണ്ടിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്ന് വെച്ചാൽ വിജയിക്കാൻ വേണ്ടി മത്സരിക്കുക എന്നുള്ളതല്ല, മത്സരിക്കുക എന്നതാണ് പ്രധാനം എന്നുള്ളത് രേഖപ്പെടുത്തുക. അതെ, അതാണ്. അപ്പോൾ ഇത് നടപ്പാക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനി കണ്ടറിയണം. ഇതിൽ നിന്നുള്ളൊരു പാഠം, ഈ തിരുത്തൽ നടപ്പാക്കുമോ ഇല്ലയോ ഉള്ളത് കണ്ടറിയണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ബംഗാളിലെ അവസ്ഥ വരും എന്നുള്ളതാണ്. അനുഭവങ്ങളിൽ നിന്ന് CPIM പാഠം പഠിക്കണം എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അദ്ദേഹം മീഡിയയോട് സംസാരിച്ചത് കേൾക്കാം. പയ്യന്നൂരിൽ ആദ്യമായി CPM-ന്റെ കോട്ട തകർത്തുകൊണ്ട് വിജയം നേടിയിരിക്കുകയാണ് UDF-ന് വേണ്ടി മത്സരിച്ച, അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിച്ച് UDF-ന്റെ പിന്തുണയോടുകൂടി രംഗത്തുണ്ടായിരുന്ന വി കുഞ്ഞികൃഷ്ണൻ. ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. കുഞ്ഞികൃഷ്ണൻ, ആ ഒരു വലിയൊരു പോരാട്ടത്തിൻ്റെ വിജയമാണ് ഇന്നലെ ഉണ്ടായത്. എങ്ങനെയാണ് ഈ വിജയത്തിൻ്റെ സൂചനകളെ കാണുന്നത്? അല്ല, മത്സരിക്കുമ്പോൾ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണല്ലോ. എന്ന് മാത്രമല്ല, ജയിക്കാൻ മത്സരിച്ചതുമല്ല, ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മത്സരിച്ചതാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ചെറിയ നിലയിൽ ആവേശമെല്ലാം ജനങ്ങൾക്കിടയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ തുടങ്ങി ഒരു റൗണ്ട് പൂർത്തിയായപ്പോൾ തന്നെ വിജയിക്കും എന്ന പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട്. കാരണം കരിവള്ളൂർ പേരളം പഞ്ചായത്താണ് ആദ്യത്തെ ഒരു റൗണ്ട് വോട്ടെണ്ണുന്നത്. അതിൽ തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വലിയ തരത്തിൽ അടിയൊഴുക്കുണ്ടായി. എല്ലാ ശക്തി കേന്ദ്രങ്ങളിലും അല്ലാത്തടത്തും എല്ലാം വലിയ നിലയിലുള്ള വോട്ട് വർധനവ്, ഈ 7 പഞ്ചായത്തിലും വലിയ നിലയിലുള്ള വോട്ട് വർധനവ് ഉണ്ടായി. പയ്യന്നൂർ നഗരസഭയിൽ മാത്രം 10,000-ലധികം വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. ഈ നേതൃത്വത്തെ അണികളെ തിരുത്തണമെന്നുള്ള കുഞ്ഞികൃഷ്ണേട്ടൻ്റെ പുസ്തകമുണ്ട്. അത് തന്നെ സംഭവിച്ചു അല്ലേ? അത് തന്നെ സംഭവിച്ചു. ആ പുസ്തകം എഴുതുമ്പോഴും അതിനങ്ങനെ ഒരു തലക്കെട്ട് നൽകുമ്പോഴും ജനങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ബോധ്യമുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ. ആ നിലയിൽ തന്നെയാണ് പാർട്ടിയെ തിരുത്തിക്കാൻ ജനങ്ങൾ സന്നദ്ധമാകും എന്ന പ്രതീക്ഷയുണ്ടായത്. ജനങ്ങൾ സന്നദ്ധമാകണം എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചത്. അത് ഏറ്റെടുക്കാൻ പയ്യന്നൂരിലെ ജനങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ വിധി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇനി ഈ നേതൃത്വം തിരുത്തോ? അത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം തിരുത്താൻ അവർ സന്നദ്ധമാകുന്നില്ലെങ്കിൽ ബംഗാളിൻ്റെ അവസ്ഥയിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. എന്തായാലും പയ്യന്നൂരിൽ ചരിത്രം വി കുഞ്ഞികൃഷ്ണൻ പുതിയതായിട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. CPM ഇതിനകത്ത് നിന്ന് പാഠം പഠിക്കണം എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ക്യാമറമാൻ ഷിജിത് കണ്ണോവിനൊപ്പം വിജീഷ് ഗോവിന്ദൻ, മീഡിയ 1, കണ്ണൂർ.